സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയരെ, ഈ വീഡിയോയിൽ സ്വർഗമുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നവരെയും സ്വർഗദാത സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രധാനമന്ത്രിയായ മോദി ഇടം പറയുകയാണ്, അടുത്ത മാസം 500-ൻ്റെ നോട്ടുകളെല്ലാം നിർത്തൽ ചെയ്യുന്നുവെന്ന്. അപ്പോൾ നമ്മൾ അവിശ്വസിക്കുമോ? പ്രധാനമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം സത്യം തന്നെ. നമ്മൾ 100-ൻ്റെ എല്ലാ നോട്ടുകളും മാറിയെടുക്കാൻ ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം തന്നെ പ്രിയപ്പെട്ടവരെ, സ്വർഗം ഉണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി നമ്മുടെ യേശുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതൻ താനാണെന്ന് യേശു പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്ഥലമരിക്കാൻ പോകുന്നു. യേശുനാഥൻ കൂട്ടിച്ചേർക്കാൻ നമ്മെ വാനമേഘത്തിൽ വരുമെന്നും നമ്മുടെ യേശു നമ്മോട് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ യേശുനാഥൻ്റെ വാക്കുകൾ വിശ്വസിക്കാം. കാരണം പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അജയനാണ്, സർവശക്തനാണ്, പരംദൈവമാണ്, ഏകദൈവമാണ്. അവിടുന്ന് മനുഷ്യനാൽ സാധ്യമല്ലാത്ത മരിച്ചവരെ ഉയർപ്പിക്കുകയും തൻ്റെ അന്തികെ വന്നണഞ്ഞ സർവമാനവരെയും സർവരോഗികളെയും സൗഖ്യമാക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ തന്നെ ദൈവമായ യേശുനാഥൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആരെ വിശ്വസിക്കും? പ്രിയപ്പെട്ടവരെ, എന്നാൽ പ്രിയരെ, എത്ര പേർക്കുണ്ട് ഈ ഒരു വിശ്വാസം? പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിയാത്തവരുടെ കാര്യം നാം കണക്കാക്കേണ്ട. പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിയുന്ന സത്യവിശ്വാസികളായ പ്രാർത്ഥനക്കാരെ ഒന്ന് എടുത്തു നോക്കുക. പ്രിയപ്പെട്ടവരെ, അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നാം മുറ്റത്തേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്വർഗമുണ്ടെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അതുതന്നെയാണ് സാത്താൻ്റെ വിജയവും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വർഗമുണ്ടെന്ന് വിചാരിക്കാത്തവരെ നോക്കി സാത്താൻ ചിരിച്ച് മറിയുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ യേശുനാഥനെ പരിപൂർണമായി വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലടിയാത്തി TPM സഭയിൽ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു രോഗിയെക്കുറിച്ച് അറിയാനിടയായി. ഞാനൊരു വളരെ തീക്ഷ്ണതയുള്ള ഒരു സിസ്റ്ററോട് പറഞ്ഞു, നമുക്ക് ആ രോഗിയെയും കൊണ്ടൊന്ന് സഭയിൽ പോകാം, കർത്താവ് സൗഖ്യമാക്കുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ ആ സഹോദരി പറയുകയുണ്ടായി, എങ്ങാനും സൗഖ്യമായില്ലെങ്കിലോ സിസ്റ്ററെ, നമ്മളെ എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, ആ സിസ്റ്ററെ ഞാൻ കുറ്റം പറയുന്നില്ല. ഭൂരിഭാഗം ദൈവമക്കളുടെയും പ്രാർത്ഥനക്കാരുടെയും കാര്യം ഇതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:31-32 ഇപ്രകാരം പറയുന്നു: തെക്കേ രാജ്ഞി ശെബാരാജ്ഞി ഈ തലമുറയിൽ എഴുന്നേറ്റ് നമ്മളെ കുറ്റം വിധിക്കുമെന്ന്. കാരണം ശെബാരാജ്ഞി ശലോമോൻ്റെ ജ്ഞാനം കേട്ട് അത് അറിയാൻ വന്നണയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിലവെ നിവാസികളും നമ്മെ കുറ്റം പറയുമെന്ന് പറയുന്നു. കാരണം നിലവെ നിവാസികൾ യോനാ പ്രവാചകൻ്റെ വാക്കുകൾ കേട്ട് മാനസാന്തരപ്പെടുകയും ഹല്ലേലൂയ, 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 തങ്ങളുടെ തെറ്റുകൾ വെടിയുകയും യഹോവ കരുതി വച്ചിരുന്ന വിനാശത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കാഞ്ഞാൽ നമുക്കത് വലിയൊരു പാപം തന്നെയായി മാറും.
പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മോട് വാഗ്ദാനം ചെയ്ത നമ്മുടെ യേശുനാഥനിൽ വിശ്വസിച്ചുകൊണ്ട്, സ്വർഗരാജ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഒരു നിത്യാനന്ദത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം സന്തോഷത്തോടും സമാധാനത്തോടും അത്യന്തം നിറവോടും കൂടി തന്നെ കഴിക്കാൻ പ്രിയപ്പെട്ടവരെ പരന്തമം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രാൻ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. തൻ്റെ പുത്രനെ തന്ന് നമ്മെ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത അവിടുത്തെ നാമമഹത്വത്തിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ.